പാഠം 3. ആ മണ്ണിൽ. കവി പി. ഭാസ്കരൻ. മൺകുടമേന്തും ശിശിരാന്ത മേഘങ്ങൾ സങ്കടഭാരവിവശം വലം വെച്ചു. നിൻ ചിതാഭസ്മം നനച്ചു എന്നാലും എൻ നെഞ്ചിതിൽ കത്തിക്കിടപ്പു കനലുകൾ. ഓടും പകലുകൾ മൺവെട്ടിയാൽ വെട്ടി മൂടുവാൻ എത്ര ശ്രമിക്കലും താപാഗ്നി നീറിക്കിടക്കും എന്നുള്ളിലെ പട്ടട. ആരിനി വെള്ളമൊഴിച്ചു കിടത്തിടും താന്തനായി നിശബ്ദപ്രാണനായി. പാതിരാപൂത്തിങ്കൾ ഇപ്പോഴും തൻ പുഷ്പചക്രമം ആകാശാൽവക്കിൽ കരിങ്കോടി വള്ളിയിൽ രാക്കുയിൽ കണ്ഠം വിതുമ്പിയിരിക്കവേ. ഏഴിലമ്പാലക്കുടക്കീഴിൽ യാമിനി ഏകാന്തശോക വിമൂകമായിരിക്കവേ. നിന്റെ മരണകുടീരം ഇടയ്ക്കിടെ കണ്ടു മടങ്ങിടാറുണ്ടെന്ന് അറിഞ്ഞു ഞാൻ. ഈറനം വെള്ളമണലിലായി മാമ്പൂക്കൾ കോരിച്ചൊരിയും മകരപ്പുലരിയിൽ തോരാത്ത കണ്ണുനീരോടെ എൻ തോഴ ഞാനും വന്നു നിൽക്കട്ടെ തെല്ലിട ആ മണ്ണിൽ. കവി പി. ഭാസ്കരൻ. ആ മണ്ണിൽ കവിതയുടെ ലളിതമായ അർത്ഥം. ഈ കവിതയിൽ കവി മരിച്ചുപോയ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഓർത്ത് ദുഃഖിക്കുന്നു. സുഹൃത്തിന്റെ ചിതാഭസ്മം മഴ നനച്ചിട്ടുണ്ട്, എന്നാൽ കവിയുടെ മനസ്സിലെ ദുഃഖം അണഞ്ഞിട്ടില്ല. ആ ദുഃഖം കനലുപോലെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. 1 ഭാഗം. ശിശിരകാലത്തിന്റെ അവസാനത്തിൽ മഴമേഘങ്ങൾ എത്തുന്നു. അവ സുഹൃത്തിന്റെ ചിതാഭസ്മത്തെ നനയ്ക്കുന്നു. എന്നാൽ കവിയുടെ ഹൃദയത്തിലെ വേദന ഇല്ലാതാകുന്നില്ല. സുഹൃത്തിന്റെ വേർപാടുണ്ടാക്കിയ ദുഃഖം അണയാത്ത കനലായി ഹൃദയത്തിൽ നിലനിൽക്കുന്നു. 2 ഭാഗം. കാലം കടന്നു പോകുമ്പോൾ ദുഃഖം കുറഞ്ഞു പോകുമെന്ന് സാധാരണ പറയാറുണ്ട്. എന്നാൽ കവിയുടെ ദുഃഖം അങ്ങനെ കുറഞ്ഞു പോകുന്നില്ല. എത്ര ദിവസങ്ങൾ കഴിഞ്ഞാലും കവിയുടെ ഉള്ളിലെ വേദന ഇല്ലാതാകുന്നില്ല. അത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത പോലെയാണ്. ആ വേദനയെ അണയ്ക്കാൻ ഇനി ആർക്കും കഴിയില്ലെന്ന് കവി പറയുന്നു. 3 ഭാഗം. അർദ്ധരാത്രിയിൽ ചന്ദ്രൻ ആകാശത്ത് നിൽക്കുന്നു. ചന്ദ്രൻ നിശബ്ദനാണ്, ഏകാന്തനാണ്. കരിമ്പടർന്ന വള്ളിയിൽ രാക്കുയിലിരിക്കുന്നു. രാക്കുയിൽ ദുഃഖത്തോടെ കരയുന്നു. പ്രകൃതിയിലെ എല്ലാം കവിയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നത് പോലെ തോന്നുന്നു. 4 ഭാഗം. ഏഴിലമ്പാലമരത്തിന്റെ തണലിൽ രാത്രി നിശബ്ദമായിരിക്കുന്നു. രാത്രി ഏകാന്തമായ ദുഃഖത്തിലാണ്. ആ രാത്രി ഇടയ്ക്കിടെ സുഹൃത്തിന്റെ മരണകുടീരം സന്ദർശിക്കുന്നു, പിന്നീട് തിരികെ മടങ്ങുന്നു. ഇങ്ങനെയാണ് കവി സങ്കല്പിക്കുന്നത്. അവസാന ഭാഗം മകരമാസത്തിലെ പുലർച്ചെയാണ്. വെളുത്ത മണൽ നനഞ്ഞു കിടക്കുന്നു. ആ നനഞ്ഞ മണലിലേക്ക് മാമ്പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. ഇപ്പോൾ തീരാത്ത കണ്ണുനീരുമായി സുഹൃത്തിന്റെ ശവകുടീരത്തിനരികിലെത്താൻ കവി ആഗ്രഹിക്കുന്നു. അവിടെ കുറച്ചുനേരം നിൽക്കണമെന്നാണ് കവിയുടെ ആഗ്രഹം. കവിതയുടെ കേന്ദ്രാശയം. പ്രിയപ്പെട്ട ഒരാളുടെ മരണം വലിയ ദുഃഖമുണ്ടാക്കുന്നു. കാലം കഴിഞ്ഞാലും ആ ദുഃഖം പൂർണ്ണമായി മാറണമെന്നില്ല. മഴയ്ക്ക് ചിതാഭസ്മത്തെ നനയ്ക്കാൻ കഴിയും. കാലത്തിന് പല അടയാളങ്ങളെയും മായ്ക്കാൻ കഴിയും. എന്നാൽ സ്നേഹത്തെ മായ്ക്കാൻ കഴിയില്ല. ഓർമ്മകളെ മായ്ക്കാൻ കഴിയില്ല. ഹൃദയത്തിലെ വിരഹവേദനയെയും പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല. മരിച്ച സുഹൃത്തിനോടുള്ള കവിയുടെ ആഴമുള്ള സ്നേഹം, തീരാത്ത ദുഃഖം, വിരഹവേദന, ഇവയാണ് ഈ കവിതയുടെ പ്രധാന ആശയങ്ങൾ. ആ മണ്ണിൽ വരി വരിയായി ലളിതമായ അർത്ഥം. വരി 1 മൺകുടമേന്തും ശിശിരാന്ത മേഘങ്ങൾ. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. ശിശിരാന്തം ശിശിരകാലത്തിന്റെ അവസാനം. മേഘങ്ങൾ മഴമേഘങ്ങൾ. മൺകുടമേന്തും വെള്ളം നിറച്ച മൺകുടം ചുമന്നതുപോലെ. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. ശിശിരകാലത്തിന്റെ അവസാനത്തിൽ മഴ നിറഞ്ഞ മേഘങ്ങൾ ആകാശത്ത് സഞ്ചരിക്കുന്നു. വെള്ളം നിറച്ച മൺകുടം ചുമന്നതുപോലെയാണ് അവയുടെ സഞ്ചാരം. വരി 2 സങ്കടഭാരവിവശം വലം വെച്ചു. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. സങ്കടഭാരം ദുഃഖത്തിന്റെ ഭാരം. വിവശം നിസ്സഹായമായി വലം വെച്ചു, ചുറ്റി നടന്നു. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. ആ മഴമേഘങ്ങൾ വലിയ ദുഃഖം നിറഞ്ഞതുപോലെ ആകാശത്ത് ചുറ്റി നടക്കുന്നു. ഇങ്ങനെയാണ് കവി സങ്കല്പിക്കുന്നത്. വരി 3 നിൻ ചിതാഭസ്മം നനച്ചു എന്നാലും. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. ചിതാഭസ്മം മൃതശരീരം ദഹിപ്പിച്ചതിന് ശേഷം ശേഷിക്കുന്ന ചാരം നനച്ചു, മഴവെള്ളം വീണ് ഈർപ്പമുള്ളതാക്കി. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. മഴ സുഹൃത്തിന്റെ ചിതാഭസ്മത്തെ നനച്ചു.
എങ്കിലും കവിയുടെ മനസ്സിലെ ദുഃഖം അണഞ്ഞിട്ടില്ല. വരി 4. നെഞ്ചിതിൽ കത്തിക്കിടപ്പു കനലുകൾ. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. നെഞ്ചിതിൽ ഹൃദയത്തിൽ കത്തിക്കിടപ്പു. അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്നു കനൽ. അണയാതെ കിടക്കുന്ന തീക്കനൽ. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. സുഹൃത്തിന്റെ വേർപാടുണ്ടാക്കിയ വേദന കവിയുടെ ഹൃദയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അത് അണയാത്ത തീക്കനൽ പോലെ കത്തിക്കൊണ്ടിരിക്കുന്നു. വരി 5. ഓടും പകലുകൾ മൺവെട്ടിയാൽ വെട്ടി. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. ഓടും പകലുകൾ കടന്നുപോകുന്ന ദിവസങ്ങൾ. മൺവെട്ടി മണ്ണ് വെട്ടുന്നതിനുള്ള ഉപകരണം. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. ദിവസങ്ങൾ കടന്നുപോകുന്നു. കവിയുടെ ദുഃഖത്തെ മണ്ണിട്ട് മൂടാൻ സമയം ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. വരി 6. മൂടുവാൻ എത്ര ശ്രമിക്കലും താപാഗ്നി. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. മൂടുവാൻ മറയ്ക്കാൻ ശ്രമിക്കലും എത്ര ശ്രമിച്ചാലും താപാഗ്നി മനസ്സിലെ വേദനയുടെ തീ. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. മനസ്സിലെ ദുഃഖത്തെ മറയ്ക്കാൻ എത്ര ശ്രമിച്ചാലും അതില്ലാതാകുന്നില്ല. വേദനയുടെ തീ ഇപ്പോഴും അണയാതെ കത്തിക്കൊണ്ടിരിക്കുന്നു. വരി 7. നീറിക്കിടക്കും എന്നുള്ളിലെ പട്ടട. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. നീറിക്കിടക്കും ചൂടോടെയും വേദനയോടെയും കത്തിക്കൊണ്ടിരിക്കും. പട്ടട മൃതശരീരം ദഹിപ്പിക്കുന്ന ചിത. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. കവിയുടെ ഹൃദയം വേദനയിൽ നീറിക്കൊണ്ടിരിക്കുന്നു. അത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത പോലെയാണ്. വരി 8. ആരിനി വെള്ളമൊഴിച്ചു കെടുത്തിടും. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. ആരിനി. ഇനി ആര് വെള്ളമൊഴിച്ച് കെടുത്തിടും തീ അണയ്ക്കും. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. കവിയുടെ മനസ്സിൽ വേദനയുടെ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വേദന ഇനി ആർക്കാണ് ഇല്ലാതാക്കാൻ കഴിയുക എന്ന് കവി ചോദിക്കുന്നു. വരി 9. താന്തനായി നിശബ്ദ പ്രാണനായി പാതിരാപ്പൂത്തിങ്കൾ ഇപ്പോഴും. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. താന്തൻ ഒറ്റയ്ക്കുള്ളവൻ. നിശബ്ദ പ്രാണൻ നിശബ്ദമായി നിൽക്കുന്നവൻ. പാതിരാപ്പൂത്തിങ്കൾ അർദ്ധരാത്രിയിലെ പൂർണ്ണചന്ദ്രൻ. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. അർദ്ധരാത്രിയിലെ ചന്ദ്രൻ ആകാശത്ത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. ചന്ദ്രൻ പോലും നിശബ്ദനായി ഏകാന്തതയിൽ നിൽക്കുന്നത് പോലെ തോന്നുന്നു. വരി 10. തൻ പുഷ്പചക്രമോ ആകാശാൽവക്കിൽ. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. പുഷ്പചക്രം പൂ പോലുള്ള വട്ടത്തിലുള്ള രൂപം. ആകാശാൽവക്കം ആകാശത്തിന്റെ അരിക്ക്. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. പൂ പോലെ വട്ടത്തിലുള്ള ചന്ദ്രൻ ആകാശത്തിന്റെ അരികിൽ തെളിഞ്ഞു നിൽക്കുന്നു. വരി 11. കരിങ്കോടി വള്ളിയിൽ രാഖുയിൽ കണ്ഠം വിതുമ്പിരിക്കവേ. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. രാഖുയിൽ രാത്രിയിൽ പാടുന്ന പക്ഷി. കണ്ഠം തൊണ്ട. കണ്ഠം വിതുമ്പുക ദുഃഖത്താൽ ശബ്ദം ഇടറുക. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. കരിങ്കോടി വള്ളിയിലിരുന്ന് രാഖുയിൽ പാടുന്നു. അതിന് ശബ്ദം ദുഃഖത്തോടെ വിതുമ്പിക്കരയുന്നത് പോലെ കേൾക്കുന്നു. വരി 12. ഏഴിലമ്പാലക്കുട കീഴിൽ യാമിനി ഏകാന്തശോക വിമുഖമായിരിക്കവേ. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. യാമിനി രാത്രി. ഏകാന്തശോകം ഒറ്റപ്പെടലിന്റെ ദുഃഖം. വിമുഖം ഒന്നും സംസാരിക്കാതെ നിശബ്ദമായ അവസ്ഥ. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. ഏഴിലമ്പാല മരത്തിന്റെ ചുവട്ടിൽ രാത്രി നിശബ്ദമായി നിൽക്കുന്നു. രാത്രി തന്നെ ഏകാന്തമായ ദുഃഖത്തോടെ മൗനമായി ഇരിക്കുന്നത് പോലെ തോന്നുന്നു. വരി 13. നിന്റെ മരണകുടീരം ഇടയ്ക്കിടെ കണ്ടു മടങ്ങിടാറുണ്ടെന്ന് അറിഞ്ഞു ഞാൻ. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. മരണകുടീരം മരിച്ച വ്യക്തിയുടെ ശവകുടീരം. ഇടയ്ക്കിടെ ചില സമയങ്ങളിൽ മടങ്ങിടാറുണ്ട് തിരിച്ചു പോകാറുണ്ട്. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. പാതിരാപ്പൂത്തിങ്കൾ ഇടയ്ക്കിടെ സുഹൃത്തിന്റെ ശവകുടീരം കാണാൻ എത്തുന്നു. അവിടെ നിന്ന് തിരികെ പോകുന്നതായി കവി സങ്കല്പിക്കുന്നു. വരി 14. ഇറനാം വെള്ളമണലിലായി മാമ്പൂക്കൾ കോരിച്ചൊരിയും മകരപ്പുലരിയിൽ. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. ഇറൻ നനഞ്ഞത് മകരപ്പുലരി. മകരമാസത്തിലെ പ്രഭാതം കോരിച്ചൊരിയും ധാരാളമായി കൊഴിഞ്ഞു വീഴും. ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. മകരമാസത്തിലെ ഒരു തണുത്ത പ്രഭാതമാണ്. വെളുത്ത മണൽ നനഞ്ഞു കിടക്കുന്നു. ആ നനഞ്ഞ മണലിലേക്ക് മാമ്പൂക്കൾ ധാരാളമായി കൊഴിഞ്ഞു വീഴുന്നു. വരി 15. തോരാത്ത കണ്ണുനീരോടെ എന്തോഴ ഞാനും വന്നു നിൽക്കട്ടെ തെല്ലിട. ഇനി വാക്കുകളുടെ അർത്ഥം നോക്കാം. തോരാത്ത അവസാനിക്കാത്ത തോഴ സുഹൃത്തെ. തെല്ലിട കുറച്ചുനേരം
ഇനി വരിയുടെ ലളിതമായ അർത്ഥം നോക്കാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, എന്റെ കണ്ണുനീർ അവസാനിക്കുന്നില്ല. ആ തീരാത്ത കണ്ണുനീരുമായി ഞാൻ നിന്റെ ശവകുടീരത്തിനരികിലേക്ക് വരട്ടെ. നിന്റെ അരികിൽ കുറച്ചുനേരം നിൽക്കട്ടെ. ഇനി കവിതയുടെ സന്ദേശം നോക്കാം. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം ഒരിക്കലും പൂർണ്ണമായും മായണമെന്നില്ല. സമയം കടന്നുപോയാലും സ്നേഹം ഹൃദയത്തിൽ നിലനിൽക്കും, ഓർമ്മകൾ ഹൃദയത്തിൽ നിലനിൽക്കും. വിരഹവേദനയും പൂർണ്ണമായി ഇല്ലാതാകില്ല. ഒരു സുഹൃത്തിനോടുള്ള കവിയുടെ തീരാത്ത സ്നേഹമാണ് ഈ കവിതയിൽ പ്രകടമാകുന്നത്. സുഹൃത്തിന്റെ വേർപാടുണ്ടാക്കിയ ദുഃഖവും ഹൃദയത്തിലെ വിരഹവേദനയും വളരെ ഹൃദയസ്പർശിയായി കവി അവതരിപ്പിക്കുന്നു. ആ മണ്ണിൽ പ്രവർത്തനങ്ങളുടെ സമ്പൂർണ്ണ ഉത്തരങ്ങൾ. ഒന്നാമത്തെ പ്രവർത്തനം, അർത്ഥം എഴുതുക. ആദ്യത്തെ പദം ശിശിരം, അർത്ഥം തണുപ്പുകാലം. അടുത്ത പദം വിവശം, അർത്ഥം നിസ്സഹായമായ അവസ്ഥ, സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ. അടുത്ത പദം ഭസ്മം, അർത്ഥം ചാരം. അടുത്ത പദം താപം, അർത്ഥം ചൂട് അല്ലെങ്കിൽ മനോവേദന. അടുത്ത പദം പട്ടട, അർത്ഥം മൃതശരീരം ദഹിപ്പിക്കുന്ന ചിത. അടുത്ത പദം താന്തൻ, അർത്ഥം തനിച്ചുള്ളവൻ അല്ലെങ്കിൽ ഏകാകി. അടുത്ത പദം കണ്ഠം, അർത്ഥം തൊണ്ട അല്ലെങ്കിൽ ശബ്ദം. അടുത്ത പദം യാമിനി, അർത്ഥം രാത്രി. അടുത്ത പദം തെല്ലിട, അർത്ഥം കുറച്ചുനേരം. അടുത്ത പദം വിമുഖം, അർത്ഥം പൂർണ്ണമായും മൗനമായത്. അടുത്ത പദം ഈറൻ, അർത്ഥം നനഞ്ഞത് അല്ലെങ്കിൽ ഈർപ്പമുള്ളത്. അവസാനത്തെ പദം പൂത്തിങ്കൾ, അർത്ഥം പൂർണ്ണചന്ദ്രൻ. രണ്ടാമത്തെ പ്രവർത്തനം, വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ആദ്യത്തെ കാവ്യവരി, മൺകുടമേന്തും ശിശിരാന്തമേഘങ്ങൾ. ഇനി ഈ വരിയുടെ വിശകലനം നോക്കാം. ശിശിരകാലത്തിന്റെ അവസാനത്തിൽ ആകാശത്ത് മഴ നിറഞ്ഞ മേഘങ്ങൾ സഞ്ചരിക്കുന്നു. വെള്ളം നിറച്ച മൺകുടം ചുമന്നു നിൽക്കുന്ന ഒരാളെപ്പോലെയാണ് ആ മേഘങ്ങൾ കാണപ്പെടുന്നത്. ഇവിടെ മഴമേഘങ്ങളെ മൺകുടം ചുമക്കുന്ന ഒരു മനുഷ്യനായി കവി സങ്കൽപ്പിച്ചിരിക്കുന്നു. സുഹൃത്തിന്റെ മരണത്തിൽ ദുഃഖിക്കുന്ന കവിയുടെ മനോഭാവം മേഘങ്ങളിലും പ്രതിഫലിക്കുന്നു. അടുത്ത കാവ്യവരി, നെഞ്ചിതിൽ കത്തിക്കിടപ്പൂ കനലുകൾ. ഇനി ഈ വരിയുടെ വിശകലനം നോക്കാം. സുഹൃത്തിന്റെ ചിതാഭസ്മം മഴ നനച്ചിട്ടുണ്ട്. എന്നാൽ കവിയുടെ ഹൃദയത്തിലെ ദുഃഖം അണഞ്ഞിട്ടില്ല. സുഹൃത്തിന്റെ വേർപാടുണ്ടാക്കിയ വേദന കവിയുടെ നെഞ്ചിൽ തീക്കനലുപോലെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ദുഃഖത്തെ അണയാത്ത കനലിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അടുത്ത കാവ്യവരി, ഉള്ളിലെ പട്ടട ആരിനി വെള്ളമൊഴിച്ചു കെടുത്തിടും. ഇനി ഈ വരിയുടെ വിശകലനം നോക്കാം. കവിയുടെ മനസ്സ് വേദനയിൽ നീറുന്ന ഒരു ചിത പോലെയാണ്. കാലം കടന്നുപോയിട്ടും ആ ദുഃഖം അണയുന്നില്ല. തന്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വേദനയുടെ തീ ഇനി ആർക്കാണ് അണയ്ക്കാൻ കഴിയുകയെന്ന് കവി ചോദിക്കുന്നു. ഈ ചോദ്യം കവിയുടെ നിസ്സഹായതയും തീരാത്ത ദുഃഖവും വ്യക്തമാക്കുന്നു. അടുത്ത കാവ്യവരി, പാതിരാ പൂത്തിങ്കളിപ്പോഴും തൻ പുഷ്പചക്രമാം. ഇനി ഈ വരിയുടെ വിശകലനം നോക്കാം. അർദ്ധരാത്രിയിലെ പൂർണ്ണചന്ദ്രൻ പൂപോലെ വട്ടത്തിലുള്ള തന്റെ പ്രകാശചക്രവുമായി ആകാശത്ത് നിൽക്കുന്നു. ഏകാകിയും നിശബ്ദനുമായ ചന്ദ്രൻ കവിയുടെ സുഹൃത്തിന്റെ മരണകുടീരം സന്ദർശിക്കുന്നതുപോലെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ചന്ദ്രനെ മനുഷ്യ സ്വഭാവമുള്ള ഒരാളായി കവി അവതരിപ്പിക്കുന്നു. അടുത്ത കാവ്യവരി, ലാക്കുയിൽ കണ്ഠം വിതുമ്പിയിരിക്കവേ. ഇനി ഈ വരിയുടെ വിശകലനം നോക്കാം. കരിങ്കോടിവള്ളിയിലിരിക്കുന്ന രാക്കുയിലിന്റെ ശബ്ദം ദുഃഖത്താൽ ഇടറുന്നതുപോലെ കേൾക്കുന്നു. കവിയുടെ ദുഃഖത്തിൽ രാക്കുയിലും പങ്കുചേരുന്നതായി കവി സങ്കൽപ്പിക്കുന്നു. പ്രകൃതിയിലെ ജീവജാലങ്ങൾ പോലും സുഹൃത്തിന്റെ മരണത്തിൽ ദുഃഖിക്കുന്നതുപോലുള്ള അന്തരീക്ഷമാണ് ഈ വരിയിലുള്ളത്. അവസാനത്തെ കാവ്യവരി, യാമിനി ഏകാന്ത ശോകവിമൂഖമായിരിക്കവേ. ഇനി ഈ വരിയുടെ വിശകലനം നോക്കാം. ഏഴിലമ്പാലമരത്തിന്റെ തണലിൽ രാത്രി ഏകാന്തമായ ദുഃഖത്തോടെ മൗനമായി ഇരിക്കുന്നു. ഈട്ടി രാത്രിക്ക് മനുഷ്യന്റെ ദുഃഖവും മൗനവും നൽകിയിരിക്കുന്നു. കവിയുടെ മനസ്സിലെ ഏകാന്തതയും വിഷാദവും രാത്രിയുടെ നിശബ്ദതയിലൂടെ പ്രകടമാകുന്നു. മൂന്നാമത്തെ പ്രവർത്തനം, മാതൃക നോക്കി പിരിച്ചെഴുതുക. ആദ്യം മാതൃക നോക്കാം. നീറിക്കിടക്കുമെന്നുള്ളിലെ പട്ടട. ഇത് പിരിച്ചെഴുതുമ്പോൾ നീരി കിടക്കും
എൻ ഉള്ളിലെ പട്ടട. ഇനി ഒന്നാമത്തെ പദസമുച്ചയം യാമിനി ഏകാന്ത ശോകവിമുഖമിരിക്കവേ. ഇത് പിരിച്ചെഴുതുമ്പോൾ യാമിനി ഏകാന്തം ശോകം വിമുഖം ഇരിക്കവേ. അടുത്ത പദസമുച്ചയം നനച്ചുവെന്നാലുമെൻ നെഞ്ചിൽ കത്തിക്കിടപ്പു കനലുകൾ. ഇത് പിരിച്ചെഴുതുമ്പോൾ നനച്ചു എന്നാലും എൻ നെഞ്ചിൽ കത്തി കിടപ്പു കനലുകൾ. അടുത്ത പദം ആകാശാൽവക്കിൽ. ഇത് പിരിച്ചെഴുതുമ്പോൾ ആകാശം വക്കിൽ. ഇതിന്റെ അർത്ഥം ആകാശത്തിന്റെ വക്കിൽ. പാഠപുസ്തകത്തിലെ അച്ചടിരൂപം ആകാശാൽവക്കിൽ എന്നാണ്. സന്ദർഭത്തിലെ ലളിതമായ അർത്ഥം ആകാശത്തിന്റെ വക്കിൽ എന്നാണ്. അവസാനത്തെ പദം കരിങ്കോടി വള്ളിയിൽ. ഇത് പിരിച്ചെഴുതുമ്പോൾ കരിങ്കോടി വള്ളിയിൽ. നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം ചിതാഭസ്മം നനച്ചത് ആര്? ഉത്തരം ശിശിരകാലത്തിന്റെ അവസാനത്തിൽ വന്ന മഴമേഘങ്ങളാണ് സുഹൃത്തിന്റെ ചിതാഭസ്മം നനച്ചത്. രണ്ടാമത്തെ ചോദ്യം മരണകുടീരം ഇപ്പോഴും കണ്ടുമടങ്ങുന്നത് ആര്? എങ്ങനെ? ഉത്തരം പാതിരാപ്പൂത്തിങ്കളാണ് സുഹൃത്തിന്റെ മരണകുടീരം ഇടയ്ക്കിടെ കണ്ടുമടങ്ങുന്നത്. ഏകാക്കിയും നിശബ്ദനുമായി പൂവുപോലെ വട്ടത്തിലുള്ള തന്റെ പ്രകാശചക്രവുമായി ആകാശത്തിന്റെ വക്കിലൂടെ എത്തിയാണ് ചന്ദ്രൻ മരണകുടീരം കണ്ടുമടങ്ങുന്നതായി കവി സങ്കൽപ്പിക്കുന്നത്. ചോദ്യത്തിൽ കവിയുടെ മരണകുടീരം എന്ന് നൽകിയിട്ടുണ്ടെങ്കിലും സന്ദർഭമനുസരിച്ച് കവിയുടെ സുഹൃത്തിന്റെ മരണകുടീരം എന്നാണ് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ ചോദ്യം മരണകുടീരം കണ്ടുമടങ്ങുമ്പോൾ അതിന് നേർസാക്ഷികൾ ആരൊക്കെ? ഉത്തരം മരണകുടീരം കണ്ടുമടങ്ങുന്ന പൂത്തിങ്കളിന് 2 നേർസാക്ഷികളുണ്ട്. ഒന്നാമത്തേത് കരിങ്കോടി വള്ളിയിലിരുന്ന് വിതുമ്പുന്ന രാക്കുയിൽ. രണ്ടാമത്തേത് ഏഴലമ്പാലമരത്തിന്റെ തണലിൽ ഏകാന്ത ദുഃഖത്തോടെ മൗനമായിരിക്കുന്ന യാമിനി. യാമിനി എന്നതിന്റെ അർത്ഥം രാത്രി എന്നാണ്. നാലാമത്തെ ചോദ്യം കവിയുടെ പ്രത്യേകമായ ആഗ്രഹം എന്താണ്? ഉത്തരം മകരമാസത്തിലെ പുലർച്ചയിൽ നനഞ്ഞ വെളുത്ത മണലിലേക്ക് മാമ്പൂക്കൾ കൊഴിഞ്ഞു വീഴുന്നു. ആ സമയത്ത് തീരാത്ത കണ്ണുനീരുമായി സുഹൃത്തിന്റെ മരണകുടീരത്തിനരികിൽ എത്താൻ കവി ആഗ്രഹിക്കുന്നു. കുറച്ചുനേരം നിൽക്കണമെന്നാണ് കവിയുടെ പ്രത്യേകമായ ആഗ്രഹം. അഞ്ചാമത്തെ പ്രവർത്തനം പഠനപ്രവർത്തനം. ആദ്യത്തെ കവി വയലാർ രാമവർമ്മ. വയലാർ രാമവർമ്മ മലയാളത്തിലെ പ്രശസ്തനായ കവിയും ചലച്ചിത്ര നാടക ഗാനരചയിതാവുമായിരുന്നു. സാധാരണക്കാരുടെ ജീവിതം, സാമൂഹിക നീതി, പ്രണയം, ദർശനം ഇവയെല്ലാം അദ്ദേഹത്തിന്റെ കവിതകളിലും ഗാനങ്ങളിലും ശക്തമായി പ്രത്യക്ഷപ്പെടുന്നു. ഇനി വയലാറിന്റെ പ്രധാന കൃതികൾ നോക്കാം. പാദമുദ്രകൾ, കൊന്തയും പൂണൂലും, മുളങ്കാട്, ഒരു ജൂദാസ് ജനിക്കുന്നു, സർഗസംഗീതം, ആയിഷ. ഇനി പ്രശസ്തമായ ചലച്ചിത്രഗാനങ്ങൾ നോക്കാം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, ചന്ദ്രകളഭം, ചാർത്തിയുറങ്ങും തീരം, 1000 പാദസരങ്ങൾ കിലുങ്ങി, സന്യാസിനി, നിൻ പുണ്യാശ്രമത്തിൽ, സുമംഗലി, നീ ഓർമ്മിക്കുമോ. ഇനി പ്രശസ്തമായ നാടക വിപ്ലവഗാനം ബലികുടീരങ്ങളെ. വയലാറിന്റെ പ്രധാന കവിതാസമാഹാരങ്ങളിൽ പാദമുദ്രകൾ, കൊന്തയും പൂണൂലും, മുളങ്കാട്, ഒരു ജൂദാസ് ജനിക്കുന്നു, സർഗസംഗീതം എന്നിവ ഉൾപ്പെടുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന പ്രശസ്ത ഗാനത്തിന്റെ രചയിതാവും വയലാർ രാമവർമ്മയാണ്. രണ്ടാമത്തെ കവി പി ഭാസ്കരൻ. പി ഭാസ്കരൻ കവി, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, നടൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. ലളിതവും ഹൃദയസ്പർശിയുമായ ഭാഷയാണ് അദ്ദേഹത്തിന്റെ കവിതകളുടെയും ഗാനങ്ങളുടെയും പ്രത്യേകത. ഇനി പി ഭാസ്കരന്റെ പ്രധാന കൃതികൾ നോക്കാം. വില്ലാളി, ഒറ്റക്കമ്പിയുള്ള തമ്പുരു, ഓർക്കുക വല്ലപ്പോഴും, ആ മണ്ണിൽ. ഇനി പ്രശസ്തമായ ചലച്ചിത്രഗാനങ്ങൾ നോക്കാം. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ, അല്ലിയാമ്പൽ കടവിൽ, താമസമെന്തേ വരുവാൻ, ഇന്നലെ മയങ്ങുമ്പോൾ, പ്രാണസഖി, ഞാൻ വെറുമൊരു പാമരൻ, കരയുന്നോ പുഴ, ചിരിക്കുന്നോ. ഇനി പ്രശസ്തമായ നാടക വിപ്ലവഗാനം വയലാർ ഗർജിക്കുന്നു, ഒറ്റക്കമ്പിയുള്ള തമ്പുരു. പി ഭാസ്കരന്റെ ശ്രദ്ധേയമായ കാവ്യകൃതിയാണ്. ഓർക്കുക വല്ലപ്പോഴും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കവിതാഗ്രന്ഥമാണ്. കായലരികത്ത്, അല്ലിയാമ്പൽ കടവിൽ, താമസമെന്തേ വരുവാൻ, ഇന്നലെ മയങ്ങുമ്പോൾ എന്നിവ പി ഭാസ്കരന്റെ പ്രശസ്തമായ ചലച്ചിത്രഗാനങ്ങളാണ്. മൂന്നാമത്തെ കവി ഒ.എൻ. വി. കുറുപ്പ്. ഒ.എൻ. വി. കുറുപ്പ് മലയാളത്തിലെ പ്രമുഖ കവിയും ഗാനരചയിതാവുമായിരുന്നു. മനുഷ്യസ്നേഹം, പ്രകൃതിസ്നേഹം, സാമൂഹിക ബോധം, പ്രണയം, വിരഹം ഇവയാണ്
അദ്ദേഹത്തിന്റെ രചനകളിലെ പ്രധാന വിഷയങ്ങൾ. ഇനി ONVയുടെ പ്രധാന കൃതികൾ നോക്കാം. ദാഹിക്കുന്ന പാനപാത്രം, അഗ്നിശലഭങ്ങൾ, അക്ഷരം, ഉപ്പ്, ഭൂമിക്ക് ഒരു ചരമഗീതം, ഉജ്ജയിനി, സ്വയംവരം. ഇനി പ്രശസ്തമായ ചലച്ചിത്രഗാനങ്ങൾ നോക്കാം. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി, ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ, ആത്മാവിൽ മുട്ടിവിളിച്ചതുപോലെ, തുമ്പീവാ തുമ്പക്കുടത്തിൻ. ഇനി പ്രശസ്തമായ നാടക വിപ്ലവഗാനം പൊന്നരിവാളമ്പിളിയിൽ കല്ലെറിയുന്നോളെ. ONVയുടെ പ്രധാന കൃതികളിൽ അക്ഷരം, ഉപ്പ്, ഭൂമിക്ക് ഒരു ചരമഗീതം, ഉജ്ജയിനി, സ്വയംവരം എന്നിവ ഉൾപ്പെടുന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്നത് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചലച്ചിത്രഗാനങ്ങളിൽ ഒന്നാണ്. പൊന്നരിവാളമ്പിളിയിൽ കല്ലെറിയുന്നോളെ എന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നാടകഗാനമാണ്. ഇനി പഠനപ്രവർത്തനത്തിന്റെ ചുരുക്കക്കുറിപ്പ് നോക്കാം. വയലാർ രാമവർമ്മ, P. ഭാസ്കരൻ, ONV കുറുപ്പ്. ഇവർ ഒരേസമയം മികച്ച കവികളും ജനപ്രിയ ഗാനരചയിതാക്കളുമായിരുന്നു. കവിതയുടെ സൗന്ദര്യവും ലാളിത്യവും ചലച്ചിത്ര നാടക ഗാനങ്ങളിലേക്ക് കൊണ്ടുവന്നവരാണിവർ. സാമൂഹികബോധം, മനുഷ്യസ്നേഹം, പ്രകൃതിസ്നേഹം, പ്രണയം, വിരഹം ഇവ അവരുടെ രചനകളിലെ പ്രധാന വിഷയങ്ങളാണ്. മലയാള കവിതയെയും ഗാനശാഖയെയും ജനകീയമാക്കുന്നതിൽ ഇവരുടെ സംഭാവന വളരെ വലുതാണ്. ഇതോടെ ആ മണ്ണിൽ എന്ന കവിതയുടെ പ്രവർത്തനങ്ങളുടെ സമ്പൂർണ്ണ ഉത്തരങ്ങൾ അവസാനിക്കുന്നു.